ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ വീക്കിലി പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ രോഹിത്തിന്റെ കോളേജിൽ പോയി പ്രിൻസിപ്പാളിനെ കാണുന്നുണ്ട്. എങ്കിലും കോളേജിൽ തുടർന്നു പഠിക്കാനുള്ള അനുവാദം നമ്മുടെ പ്രിൻസിപ്പൽ കൊടുക്കുന്നില്ല. വേണമെങ്കിൽ TCയും തരാമെന്ന് പറയുന്നു. ഈ വിവരം ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. അതിന് അലീന പറയുന്നത്, അതെങ്ങനെ ശരിയാവും അച്ഛാ, രോഹിത്തിന്റെ 1 വർഷം പോവില്ലേ, ഞാൻ പോയി സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് ബാലചന്ദ്രൻ അനുവാദവും കൊടുക്കുന്നു. പിന്നീട് ശരണ്യ അലീനയെ ഓർത്ത് ഭക്ഷണം കഴിക്കാതെ ജനലിലൂടെ പുറത്തു നോക്കി നിൽക്കുന്നത് കണ്ട് അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. എനിക്ക് അലീന ചേച്ചിയെ കാണണം എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അലീനയ്ക്ക് പനിയല്ലേ, ഇനി അതൊക്കെ മാറിയിട്ടേ വരുള്ളൂ എന്ന്. ശരണ്യ അത് കേട്ടിട്ടും കൂട്ടാക്കുന്നില്ല. എങ്കിൽ നമുക്ക് അവിടെ പോയി അലീനയെ കാണാമെന്നായി ശരണ്യ. തീരെ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചു കിടക്കുന്ന ശരണ്യയുടെ മുമ്പിൽ അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഷാജിയെയും കൂട്ടി ശരണ്യയും അമ്മയും അലീനയെ കാണാൻ വരുന്നു. കോളിംഗ് ബെൽ അടിച്ച് ഡോർ തുറക്കുന്നത് നമ്മുടെ രോഹിത് തന്നെയാണ്. രോഹിത് ഞെട്ടിപ്പോയി. രോഹിത്തിനെ കണ്ട് ശരണ്യയുടെ അമ്മയും പേടിച്ച് ശരണ്യയുടെ പിന്നിലേക്ക് മാറി നിന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ, രോഹിത്തിന് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ശരണ്യ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട് ശരണ്യ. രോഹിത്താണെങ്കിലോ കണ്ണുകളൊക്കെ നിറഞ്ഞ് മിണ്ടാനാകാതെ നിൽക്കുന്നു. ഷാജി അത്ഭുതത്തോടെ ശരണ്യയെ നോക്കുന്നു. ഇങ്ങനെ ശരണ്യയ്ക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്നാണ് ഷാജി നോക്കുന്നത്. ഞാൻ അലീന ചേച്ചിയെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞ് അലീനയുടെ റൂമിലേക്ക് കയറി. അലീന ശരണ്യയെ അവിടെ കണ്ട് അന്തം വിട്ടുപോയി. ശരണ്യ ഓടിപ്പോയി അലീനയെ കെട്ടിപ്പിടിച്ചു. ഒരു ചേച്ചിയുടെയും അനുജിത്തിയുടെയും ആലിംഗനം. ഇത് കണ്ടു നിന്ന ശരണ്യയുടെ അമ്മയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.